അമ്മ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. എല്ലാവരും ഒരിടെ തിരുത്തണ്ടേ മോളെ. വിശാലിനെ തനിക്കാൻ ഏറ്റവും പാട്. അവനിവിടെ കിടന്ന് കയറ് പൊട്ടിക്കുക. നിന്നെ ഒന്ന് കാണണമെന്നും പറഞ്ഞിട്ട്. ആ മോളെ, ഇവരൊക്കെ നമ്മുടെ അടുത്ത ബന്ധുക്കളാ. ഇതെന്റെ നാക്കും വിജയ, ഭർത്താവ് തഹസിൽദാരാ. ഹലോ, ഇത് വിശാലിന്റെ വല്യച്ഛന്റെ മകളാ സിന്ധു. ഇവളും ഭർത്താവും മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സാ. ആ, ഇത് കോമളം, വിശാലിന്റെ അച്ഛന്റെ അനന്തരവളാ. വിശാലമായിട്ട് പിന്നെ പരിചയപ്പെടാം. എല്ലാം കൂടി ഇപ്പൊ പറഞ്ഞ കാവ്യയുടെ തല കേറില്ല. ശരി ശരി, എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ. നമ്മുടെ ചില ആൾക്കാരൊക്കെ മണ്ഡപത്തിലേക്ക് നേരിട്ട് വരും. ഇതെന്താ കാവ്യ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നേ? സാരി കൊള്ളാം, പക്ഷെ ഉടുത്തത് ശരിയായില്ലല്ലോ. കല്യാണ പെണ്ണിനെ ഇങ്ങനെയാണോ ഒരുക്കുന്നത്? കല്യാണത്തിനൊക്കെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ബ്യൂട്ടീഷ്യൻ വെച്ചൂടെ? ജോലിയില്ലാത്ത പെണ്ണുങ്ങള് എന്താ ജോലിയെന്ന് വെച്ചാ ബ്യൂട്ടീഷ്യൻ എന്നാ പറയാ. ഇത് ലോക്കൽ കല്യാണമൊന്നുമല്ല. ഒന്ന് പോയേ, ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഹേയ്, എന്താ ഇത്? നിങ്ങൾ ആരോടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് കാവ്യയുടെ ചേച്ചിയാ. സോറി ചേച്ചി, നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ല കാവ്യെ, ഇത് നിന്റെ ചേച്ചിയാണെന്ന്. അത് പിന്നെ എന്തായാലും ഇത് ശരിയായില്ല മോളെ. അവളെ ഒരിക്കലും ശരിയായിട്ടില്ല, കണ്ടില്ലേ? കാവ്യ പിണങ്ങിയത് അതുകൊണ്ടായിരിക്കും. ശരി ശരി, ഏതായാലും ഇനി നിങ്ങളുണ്ടല്ലോ ഒരുക്കാൻ. നടക്കട്ടെ. കാവ്യ, നീ ഈ കസേരയിലോട്ട് ഇരിക്കും. ഞങ്ങൾ നിന്നെ അസലായിട്ട് ഒരു മണവാട്ടിയാക്കാം. എനിക്ക്